വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. ക്ലാസ്സിൽ പുതിയ പാഠഭാഗം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി അധ്യാപകൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത സാധനം എന്താണ്? ഇതായിരുന്നു ചോദ്യം. കുട്ടികൾ ഏറെ നേരം ചിന്തിച്ചു. അവർ പല ഉത്തരങ്ങളും വിളിച്ചു പറഞ്ഞു. പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാതായപ്പോൾ അധ്യാപകൻ തന്നെ അത് പറഞ്ഞു: സമയം. എന്താണ് സമയം? അതായിരുന്നു അടുത്ത ചോദ്യം. പ്രഭാതം, ഉച്ച, വൈകുന്നേരം, രാത്രി, ഇതൊക്കെയാണ് സമയം. ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കാനെടുക്കുന്ന കാലമാണ് സമയം. ഋതുഭേദങ്ങളാണ് സമയം. ഭൂതം, വർത്തമാനം, ഭാവി, അതാണ് സമയം. അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി സമയത്തെക്കുറിച്ചുള്ള ക്ലാസ് നീണ്ടുപോയി. യഥാർത്ഥത്തിൽ എന്താണ് സമയം? തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത നിതാന്തമായ ഒരു പ്രതിഭാസമാണ് സമയം. ജനനം, മരണം, ജീവിതം തുടങ്ങിയ എല്ലാറ്റിനെയും സമയവുമായി നാം ബന്ധിപ്പിച്ചിരിക്കുന്നു. സമയം ഏറ്റവും വലിയ സിദ്ധൌഷധമാണെന്ന് BC 43 മുതൽ AD 18 വരെ ജീവിച്ചിരുന്ന റോമൻ കവിയായ ഓവിഡ് എഴുതിയത് പ്രത്യേകം സ്മരണീയമാണ്. വിജയത്തിൻ്റെ താക്കോലാണ് സമയം. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നിധിയാണ് സമയമെന്നാണ് ചിന്തകന്മാരുടെയും തത്വജ്ഞാനികളുടെയും മതം. ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം സമയവിനിയോഗത്തിലെ ജാഗ്രതയാണ്. ഓരോ സെക്കൻഡും മിനിറ്റും മണിക്കൂറും ആഴ്ചയും മാസവും വർഷവുമെല്ലാം സമയത്തിൻ്റെ വില വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നു. ജീവിതം ഓരോ മനുഷ്യർക്കും നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ് സമയം. സമയം ഓരോരുത്തർക്കും നിർണിതമായ അളവിൽ ലഭ്യമാണ്. പണം എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. എന്നാൽ സമയം അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നമ്മുടെ സമയം നമ്മുടെ ജീവിതമാണ്. സമയത്തെ ഘടികാര സമയം, യഥാർത്ഥ സമയം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം, 365 ദിവസം ഒരു വർഷം, ഇങ്ങനെ പോകുന്നു ഘടികാര സമയം. യഥാർത്ഥ സമയം ആപേക്ഷികമാണ്. പ്രവർത്തികൾക്കനുസരിച്ചാണ് അതിൻ്റെ വിനിമയം സംഭവിക്കുന്നത്. മനോവ്യവഹാരവുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥ സമയം. സമയത്തെപ്പറ്റിയുള്ള പഠനത്തിൽ വളരെ സുപ്രധാനമാണ് സമയക്രമീകരണം. പാശ്ചാത്യ നാടുകളിലെ ഉന്നത സർവകലാശാലകളിൽ ടൈം മാനേജ്മെൻറ്റ് എന്നത് ഒരു പഠന വിഷയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമയം ആസൂത്രിതവും ചിട്ടയോടുകൂടിയും രൂപപ്പെടുത്തി വിനിയോഗിക്കലാണ് ടൈം മാനേജ്മെൻറ്റ്. നാം കൂടുതൽ സമർത്ഥനും നിപുണനുമായി മാറാൻ ടൈം മാനേജ്മെൻറ്റ് ആവശ്യമാണ്. സമയം എത്ര ദുർലഭമാണെങ്കിലും ജീവിത സമ്മർദ്ദം എത്ര ഭാരിച്ചതാണെങ്കിലും കാര്യങ്ങൾ യഥാവിധി പൂർത്തീകരിക്കാനും അതുവഴി സന്തോഷം നുകരാനും ടൈം മാനേജ്മെൻറ്റ് മൂലം കഴിയും. സമയം യഥോചിതമായി ചിലവഴിക്കുന്നതിൽ പരാജയം സംഭവിച്ചാൽ ചെയ്യുന്ന ജോലിയുടെ ഫലസിദ്ധി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യും. എല്ലാവർക്കും നിർണിത സമയമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ചില ആളുകൾ വളരെയധികം നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നു. മറ്റു ചിലരാകട്ടെ അങ്ങേയറ്റം പിന്നോട്ട് പോവുകയും ചെയ്യുന്നു. സമയം വിനിയോഗിക്കുന്നതിലെ പാളിച്ചകളാണ് ഇതിന് കാരണം. അനാവശ്യമായി ഒന്നും പിന്നിലേക്ക് മാറ്റിവെക്കാതെ ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കുകയാണ് വേണ്ടതെന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ അഭിപ്രായവും നാം ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PAM അബ്ദുൽ ഖാദർ.